മക്കളെ ഈമാനിൽ ക്ഷയം വരരുത്. മക്കളെ ആരാരുമില്ലാത്ത റൂമിനകത്ത് കഥകടച്ചിരിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നോക്കുന്നുണ്ട് എന്ന പരമമായ ബോധം വേണം. മക്കളെ നന്നായി നിസ്കാരം നിലനിർത്തണം. മക്കളെ നന്മ കൽപ്പിക്കണം. മക്കളെ തിന്മ വിലക്കണം. മക്കളെ നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിലക്കുമ്പോഴും നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ നന്നായി ക്ഷമിക്കണം. മക്കളെ ജനങ്ങളെ നിങ്ങൾ നിസ്സാരപ്പെടുത്തരുത്. ജനങ്ങളെ അവഗണിക്കരുത്. മക്കളെ നിങ്ങളുടെ നടത്തത്തിൽ വിനയം വേണം. മക്കളെ നിങ്ങളുടെ ശബ്ദത്തിൽ വിനയം വേണം. മക്കളെ നിങ്ങളുടെ സമീപനത്തിൽ വിനയം വേണം. 10 ഉപദേശങ്ങൾ സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബാപ്പ മകന് കൊടുക്കുന്ന, മക്കൾക്ക് കൊടുക്കുന്ന മനോഹരമായ ഉപദേശമായി നൽകുകയാണ്. ഒന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. എപ്പോഴെങ്കിലും മക്കളോട് ഉപദേശിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉപദേശിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? മക്കളെ മുന്നിലിരുത്തി മക്കളെ ഈമാനിന് ക്ഷയം വരരുത്. മക്കളെ ആരാരുമില്ലാത്ത റൂമിനകത്ത് കഥകടച്ചിരിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നതാണ്, നമ്മളെ നിരീക്ഷിക്കുന്നതാണ്.